നമസ്കാരം. ലാളിച്ച കൈകൾ കൊണ്ട് തന്നെ ജീവനെടുത്തു. പ്രണയവിവാഹം കഴിച്ച മകളെ പിതാവ് കൊലപ്പെടുത്തി. ആഗ്രയെ നടുക്കിയ ഓണർ കില്ലിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നടന്ന ഒരു ദാരുണ സംഭവത്തെക്കുറിച്ചാണ്. സ്വന്തം മകളെ, അതും വർഷങ്ങളോളം സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തിയ ഒരു പിതാവ് കുടുംബത്തിന്റെ അഭിമാനം എന്ന പേരിൽ ജീവനെടുത്തുവെന്നാരോപിക്കുന്ന കേസാണിത്. ഒരു പെൺകുട്ടി സ്വന്തം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തു. എന്നാൽ ആ തീരുമാനം കുടുംബം അംഗീകരിച്ചില്ല. ഒടുവിൽ ആ എതിർപ്പ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. 24-കാരിയായ അങ്കിതയുടെ ദാരുണ മരണം. സാധാരണ കുടുംബത്തിൽ വളർന്ന ഒരു പെൺകുട്ടി. ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തൻ്റെ ഇഷ്ടപ്രകാരം അവൾ വിവാഹിതയായി. അവളുടെ ഭർത്താവ് അമിത് പൗച്ചരി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ഈ വിവാഹം അങ്കിതയുടെ വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല. കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നിട്ടും ഇരുവരും വിവാഹിതരായി. വിവാഹം കഴിഞ്ഞതോടെ അമിത് ജോലി സ്ഥലത്തേക്ക് മടങ്ങി. അങ്കിതയാകട്ടെ സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായത്. വിവാഹം അംഗീകരിക്കാത്ത കുടുംബവും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചുനിന്ന മകളും തമ്മിൽ ദിവസേന തർക്കങ്ങൾ നടന്നിരുന്നതായി പ്രദേശവാസികൾ പിന്നീട് പോലീസിനോട് പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയെങ്കിലും വീട്ടിലെ അന്തരീക്ഷം ശാന്തമായില്ല. ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ഈ ബന്ധം അവസാനിപ്പിക്കണം, അതായിരുന്നു അങ്കിതയുടെ വീട്ടുകാരുടെ ആവശ്യം. പക്ഷേ അങ്കിത തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതോടെ വീട്ടിലെ സംഘർഷം കൂടുതൽ വഷളായി. സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു. വീട്ടിൽ വീണ്ടും വാക്കേറ്റം തുടങ്ങി. പോലീസ് പറയുന്നതനുസരിച്ച് തർക്കം രൂക്ഷമായപ്പോൾ പിതാവായ വിമൽ ശർമ്മ മകളെ മർദ്ദിച്ചു. അതിനുശേഷം ഒരു ഷാൾ ഉപയോഗിച്ച് കഴുത്തുമുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ആ സമയത്ത് വീട്ടിൽ വിമൽ ശർമ്മയുടെ ഭാര്യയും മകനും ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. സംഭവത്തിനു ശേഷം ഇരുവരെയും വീടിന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. അതിനുശേഷം പ്രതി മൃതദേഹത്തിന് സമീപം ഇരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ അയൽവാസികൾ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടു. വാതിലിൽ പലതവണ മുട്ടി, പക്ഷെ ആരും തുറന്നില്ല. അല്പസമയത്തിനു ശേഷം വീട്ടിലെ ലൈറ്റുകൾ അണഞ്ഞു. സംശയം തോന്നിയ അയൽവാസികൾ ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വാതിൽ തകർത്ത് അകത്ത് കടന്ന ഉദ്യോഗസ്ഥർ കണ്ടത് കഴുത്തിൽ ഷാൾ മുറുക്കിയ നിലയിൽ അങ്കിത നിലത്ത് കിടക്കുന്നതായിരുന്നു. ഈ സമയം അങ്കിതയുടെ വായിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിനു പിന്നാലെ പോലീസ് വിമൽ ശർമ്മയെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് അറിയിച്ചത്. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയെന്നും പലതവണ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടും മകൾ തയ്യാറായില്ലെന്നും അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു. ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ഇത് ഓണർ കില്ലിംഗ് ആണോ എന്നതാണ്. ഓണർ കില്ലിംഗ് എന്നത് കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കുകയാണെന്ന പേരിൽ സ്വന്തം കുടുംബാംഗത്തെ തന്നെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യമാണ് ഇത്. സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നും വ്യക്തിയുടെ വിവാഹ തെരഞ്ഞെടുപ്പിനെ കുടുംബത്തിന്റെ അഭിമാനവുമായി ബന്ധിപ്പിക്കുന്ന സമീപനം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിയമത്തിന്റെ മുന്നിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് യാതൊരു ന്യായീകരണവുമില്ല. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അങ്കിതയുടെ മരണം വീണ്ടും ഒരു വലിയ ചോദ്യമാണ് സമൂഹത്തിന് മുൻപിൽ ഉയർത്തുന്നത്. ഒരു മകളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾ അവൾ സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. സംഭാഷണത്തിലൂടെ പരിഹരിക്കാവുന്ന ഒരു കുടുംബ പ്രശ്നം ഒടുവിൽ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് എത്തിയത് ദാരുണമായ സംഭവം തന്നെയാണ്. നിയമപരമായി പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് പരസ്പര സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ട്. അത് അംഗീകരിക്കാനാകാത്തതിന്റെ പേരിൽ അക്രമം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്. ഫോറൻസിക് റിപ്പോർട്ടുകളും സാക്ഷിമൊഴികളും ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിശോധിച്ച ശേഷമാകും കോടതിയിൽ വിചാരണ പുരോഗമിക്കുക. അന്തിമ വിധി കോടതിയാണ് തീരുമാനിക്കുക. ഒരു കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം എങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന ദുരന്തമായി മാറാമെന്നതിൻ്റെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നിയമബോധവും പരസ്പര ബഹുമാനവും തുറന്ന ആശയവിനിമയം സമൂഹത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നു.